ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ സീപോർട്ട് അറ്റ് വിഴിഞ്ഞം ഓരോ ദിവസവും വാർത്തകളിൽ നിറയുമ്പോൾ, ഓരോരോ കാരണങ്ങൾ കൊണ്ട് നിറയുമ്പോൾ, രാജ്യത്തിന് പുറത്ത് മറ്റ് രാജ്യങ്ങളിലെ പ്രധാന കണ്ടെയ്നർ തുറമുഖങ്ങളിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചില വീഡിയോകൾ ചെയ്യാറുണ്ട്. വിഴിഞ്ഞത്തിന് ഒരു പ്രചോദനമാകട്ടെ, അല്ലെ വിഴിഞ്ഞം എന്ത് കണ്ടുപഠിക്കണം മറ്റുള്ള രാജ്യങ്ങളിലെ തുറമുഖങ്ങളിൽ നിന്നും എന്നൊക്കെ ചർച്ച ചെയ്യാൻ കൂടിയാണ് ഇത്തരം വീഡിയോകൾ നമ്മൾ ചെയ്യുന്നത്. പലപ്പോഴും അത്തരമൊരു താരതമ്യം ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തിന് ഗുണമാകും എന്ന് കരുതിയാണ്. ഏറ്റവും ഒടുവിലത്തെ വാർത്ത 2024 ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കണ്ടെയ്നർ തുറമുഖങ്ങളിൽ പോർട്ട് ഓഫ് ഷാങ്ഹായ്, പോർട്ട് ഓഫ് സിംഗപ്പൂർ എന്ത് സംഭവിച്ചു എന്നതാണ്. 2024 വിട ചൊല്ലുന്ന ഈ അവസരത്തിൽ റെക്കോർഡ് നേട്ടമാണ് പോർട്ട് ഓഫ് ഷാങ്ഹായിലും പോർട്ട് ഓഫ് സിംഗപ്പൂരിലും സംഭവിച്ചിരിക്കുന്നത്. ഇതാദ്യമായി പോർട്ട് ഓഫ് ഷാങ്ഹായി ഈ വർഷം 2024 50 മില്യൺ TEU കണ്ടെയ്നർ TEU കൈകാര്യം ചെയ്ത് റെക്കോർഡ് നേടിയിരിക്കുന്നു. 50 മില്യൺ, അതായത് 50 ദശലക്ഷം TEU ആണ് കൈകാര്യം ചെയ്തത്. ഇത് സർവകാല റെക്കോർഡാണ്. നമുക്കറിയാം, മുമ്പൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ 2011 വരെ ലോകത്തെ ഏറ്റവും തിരക്കേറിയ കണ്ടെയ്നർ പോർട്ട് എന്ന് പറയുന്നത് സിംഗപ്പൂരായിരുന്നു. 2011 സിംഗപ്പൂരിനെ പോർട്ട് ഓഫ് ഷാങ്ഹായി ചൈന മറികടന്നു. സിംഗപ്പൂർ 1ാം സ്ഥാനത്ത് വരുന്നതിന് മുമ്പ് നെതർലൻഡ്സിലെ റോട്ടർഡാം ആയിരുന്നു ഏറ്റവും തിരക്കേറിയ, ഏറ്റവും ടെർമിനൽ ബെർത്തുകളുള്ള ലോകത്തെ ഏറ്റവും വലിയ തുറമുഖം. അതിനെയാണ് സിംഗപ്പൂർ മറികടന്ന്, ആ സിംഗപ്പൂരിനെ പിന്നീട് ചൈന 2011 ഷാങ്ഹായി മറികടന്നു. ആ ഷാങ്ഹായ് പോർട്ടാണിപ്പോൾ 50 മില്യൺ TEU എന്ന സർവകാല റെക്കോർഡ് കൈവരിച്ചിരിക്കുന്നത്. അതോടൊപ്പം പോർട്ട് ഓഫ് സിംഗപ്പൂറും 2024 വൻ നേട്ടം കൊയ്തിരിക്കുന്നു. അവർ ഇതാദ്യമായി 40 ദശലക്ഷം TEU എന്ന കടമ്പ റെക്കോർഡ് അവരും മറികടന്നിരിക്കുന്നു. കഴിഞ്ഞ വർഷം 2023 പോർട്ട് ഓഫ് സിംഗപ്പൂരിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് അവർ ക്രോസ് ചെയ്തത് $38 മില്യൺ ആയിരുന്നു. 38 മില്യൺ TEU ആയിരുന്നു. ആ 38 മില്യണിൽ നിന്നാണ് ഇത്തവണ അവർ 40 മില്യനായിട്ട് അടുത്ത റെക്കോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ എന്നിട്ടും പോർട്ട് ഓഫ് ഷാങ്ഹായിയേക്കാൾ 10 ദശലക്ഷം 10 മില്യൺ TEU പിന്നിലാണ് പോർട്ട് ഓഫ് സിംഗപ്പൂർ. അപ്പോൾ നമ്മുടെ വിഴിഞ്ഞം കൊച്ചു വിഴിഞ്ഞമാണിപ്പോൾ. ആ വിഴിഞ്ഞം എന്ത് നേടി എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. വിഴിഞ്ഞം നമുക്കറിയാം 4 മാസം ട്രയൽ റൺ നടന്നു. അത് കഴിഞ്ഞിപ്പോൾ ഡിസംബർ 3 മുതൽ ഇപ്പോൾ ഡിസംബർ 29 വരെ ട്രയൽ റൺ കഴിഞ്ഞ് കൊമേഴ്സ്യൽ ഓപ്പറേഷൻസ് നടക്കുന്നു. ഈ കാലയളവിൽ വിഴിഞ്ഞത്തിന് ഉണ്ടായ നേട്ടം എന്ന് പറയുന്നത് ആശാവഹമാണ്. സ്ഥാപിത ശേഷിയുടെ 1ാം ഘട്ടം, കൊമേഴ്സ്യൽ ഓപ്പറേഷൻ തുടങ്ങി വാണിജ്യ പ്രവർത്തനം 1ാം ഘട്ടം, സ്ഥാപിത ശേഷിയുടെ 70% നേട്ടം ഇപ്പോൾ കൈവരിച്ചിരിക്കുന്നു ചരക്ക് നീക്കത്തിൽ. അത് തുടക്കക്കാരൻ, ശിശുവായ ബേബി പോർട്ട് എന്ന് പറയാവുന്ന വിഴിഞ്ഞത്തിന്, ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ പോർട്ടിന് ഇതൊരു വലിയ നേട്ടം തന്നെയാണ്. കാരണം 4 മാസത്തെ ട്രയൽ റൺ പീരീഡിൽ 100-ലധികം കപ്പലുകൾ വന്നുപോയിരിക്കുന്നു. ആ സമയത്ത് 2 ലക്ഷം TEU കൈകാര്യം ചെയ്തിരിക്കുന്നു. 2 ലക്ഷം കൃത്യമായ ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രയൽ റൺ പീരീഡിൽ ഡിസംബർ 2 വരെ, ജൂലൈ അവസാനം മുതൽ ഡിസംബർ 2 വരെ വിഴിഞ്ഞം നേടിയത് 1.47 ലക്ഷം TEU ആണ്. 1.47 ലക്ഷം TEU. കൊമേഴ്സ്യൽ ഓപ്പറേഷൻ തുടങ്ങിയ ഡിസംബർ 3 മുതൽ ഇപ്പോൾ വരെ, ഈ ദിവസം വരെ 53,000 TEU നേടിയിരിക്കുന്നു, കൈകാര്യം ചെയ്തിരിക്കുന്നു. അങ്ങനെ 1.47 + 53, അങ്ങനെ 2 ലക്ഷം TEU 5 മാസത്തിനുള്ളിൽ വിഴിഞ്ഞം കൈവരിച്ചിരിക്കുന്നു. TEU കൈകാര്യം ചെയ്തിരിക്കുന്നു. മദർഷിപ്പുകളിൽ വന്നത് ഫീഡർഷിപ്പുകളിലേക്ക് മാറ്റിയതും, ഫീഡർഷിപ്പുകളിൽ വരുന്നത് വിഴിഞ്ഞത്തുനിന്ന് മദർഷിപ്പിൽ ഷിപ്പുകളിൽ കയറ്റിപ്പോയതുമായ കണക്ക് പ്രകാരം ഇതാണ് പറയുന്നത്. സ്ഥാപിത ശേഷിയുടെ 70% വിഴിഞ്ഞം എത്തിച്ചേർത്തിരിക്കുന്നു. 70%
കപ്പാസിറ്റിയുടെ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ലോക നിലവാരത്തിന് തുല്യമാണ്. ലോകത്തിലെ പ്രധാന പോർട്ടുകളിൽ, തുറമുഖങ്ങളിലൊക്കെ ആവറേജ് ബെഞ്ച് മാർക്ക് പറഞ്ഞത് 70 മുകളിൽ ഓപ്പറേഷൻസ് നടക്കണമെന്നാണ് ചരക്ക് നീക്കം. അത് വിഴിഞ്ഞം ഇപ്പോൾ തന്നെ കൈവരിച്ചിരിക്കുന്നു എന്നത് വിഴിഞ്ഞത്തിൻ്റെ ഭാവിയെ സൂചിപ്പിക്കുന്നു. ഇനി ഈ കണക്ക് വെച്ച് നോക്കിയാൽ ഇപ്പോൾ പെർ ഡേ ഒരു ദിവസം പ്രതിദിനം ഏതാണ്ട് 2120 കണ്ടെയ്നറുകൾ TEU 20 അടി നീളമുള്ള കണ്ടെയ്നറുകൾ ഒരു ദിവസം വിഴിഞ്ഞത്ത് കൈകാര്യം ചെയ്യപ്പെടുന്നു. ഇപ്പോഴത്തെ നിരക്ക് ഈ രീതി അനുസരിച്ച് 70% 70% സ്ഥാപിത ശേഷിയുടെ ഉപയോഗം അനുസരിച്ച് ഒരു ദിവസം 2120 TEU കൈകാര്യം ചെയ്യും. ഇങ്ങനെ നോക്കിയാൽ അടുത്ത ജൂലൈ ആകുമ്പോഴേക്കും ഈ ഒരു വർഷം തികയുമ്പോൾ ഏതാണ്ട് 7.5 ലക്ഷം TEU വിഴിഞ്ഞം കൈകാര്യം ചെയ്യും. ഈ 70% കപ്പാസിറ്റി സ്ഥാപിത ശേഷി വെച്ച് നോക്കുമ്പോൾ 7.5 ലക്ഷം TEU കൈകാര്യം ചെയ്യും. അപ്പോൾ ഒന്നാം ഘട്ടത്തിൽ 10 ലക്ഷം TEU ഒരു വർഷമെന്നുള്ളത് ഈ സ്ഥാപിത ശേഷിയുടെ കപ്പാസിറ്റി 70 മുകളിലോട്ട് 75-80% വരെ ഉയർത്തിയാൽ ഈ ആദ്യ വർഷം തന്നെ ഓപ്പറേഷൻ തുടങ്ങി ട്രയൽ റൺ പ്ലസ് കൊമേഴ്സ്യൽ ഓപ്പറേഷൻ രണ്ടും കൂടെ ചേർത്തിട്ടുള്ള 12 മാസത്തിനുള്ളിൽ തന്നെ ഈ 7.5 ലക്ഷത്തിൽ നിന്ന് ടാർഗറ്റായ 10 ലക്ഷം TEU കണ്ടെയ്നർ കൈകാര്യം ചെയ്യുന്ന നിലയിലേക്ക് വിഴിഞ്ഞത്തിനെത്താൻ സാധിക്കും. അപ്പോൾ ലക്ഷ്യം 10 ലക്ഷം കണ്ടെയ്നർ അടുത്ത ജൂലൈ മാസത്തിലേക്ക് എത്തുമ്പോൾ ഒരു വർഷം തികയുമ്പോൾ ഈ 7.5 ലക്ഷം എന്നുള്ള ഇപ്പോഴത്തെ പ്രൊജക്ഷൻ 10 ലക്ഷമാക്കാൻ വിഴിഞ്ഞത്തിന് സാധിക്കുമെന്ന് ഈ കണക്കുകളിൽ നമുക്ക് വിചാരിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങളുടെ പ്രതീക്ഷ ഒരു കൊല്ലം ട്രയൽ റൺ പ്ലസ് കൊമേഴ്സ്യൽ ഓപ്പറേഷൻ ഒരു കൊല്ലം മുഴുവൻ ഉള്ളിൽ തന്നെ 10 ലക്ഷം കണ്ടെയ്നർ എന്ന നേട്ടം വിഴിഞ്ഞം ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ സീപോർട്ട് നേടും എന്നുള്ളതാണ് അതിൻ്റെ പ്രൊജക്ഷൻ. ഈ 1 മില്യൺ 10 ലക്ഷം എന്ന് പറഞ്ഞാൽ 1 മില്യൺ, ഈ 1 മില്യനുമായിട്ട് വിഴിഞ്ഞത്തിൻ്റെ തുടക്കം ആരോട് മത്സരിക്കുന്നു? 40 മില്യൺ 2024 നേടിയ പോർട്ട് ഓഫ് സിംഗപ്പൂരിനോടും 50 മില്യൺ TEU 2024 റെക്കോർഡിട്ട പോർട്ട് ഓഫ് ഷാങ്ഹായിയോടുമാണ് നമ്മുടെ മത്സരം. അങ്ങനെ മത്സരിച്ച് അവരോട് പോരാടി ജയിച്ചു വരാൻ വിഴിഞ്ഞത്തിന് സാധിക്കട്ടെ എന്നാണ് നമ്മുടെയും ആഗ്രഹം.